ഹലോ, അസ്സലാമലൈക്കും. കുഞ്ഞാത്ത വന്നിക്കണ് കേട്ടോ മക്കളെ. കുഞ്ഞാത്ത വന്നിട്ടുള്ളത് നമ്മൾ നട്സ് ലേഹ്യം വരിക അന്നത്തെ വീഡിയോ ആണ്. കുറച്ച് ക്ലിയർ കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇടാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളേക്കൊന്ന് ലേഹ്യം വാങ്ങണവർക്ക് ഇത് വിശദമായിട്ട് കാണണം എന്നുള്ളൊരു ആവശ്യം വെച്ച് തോന്നിട്ടോ. ഞാൻ കരുതിയത് ഈ ഷോട്ട് കൂടി കാണുന്നത് തന്നെയല്ലേ ഇപ്പോൾ ഈ വരിക പിന്നെ ഇതാവുന്നതും 1 മിനിറ്റിന് ഷോട്ട്. അപ്പോൾ വാങ്ങണവർ പറയണത് താങ്കൾ ലെങ്ത് വീഡിയോ ഇടും ഞങ്ങൾ കണ്ടോളാന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഏതായാലും വാങ്ങണവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചോദിച്ചു ക്യാരറ്റ് ബീറ്റ്റൂട്ട് നീര്, പിന്നെ ഇപ്പോൾ ചോദിച്ചു എടുക്കുന്നത് പിന്നെ കൂവപ്പൊടിയാണ് കേട്ടോ. കൂവപ്പൊടി തണുപ്പാണ്. അപ്പോൾ ഈ ചൂടുള്ള മരുന്നൊക്കെ ചെല്ലുമ്പോൾ പള്ളനുള്ള കൂടി ചുട്ടണിനും ഇതിനൊക്കെ പറ്റണ തണുപ്പിനുള്ള മരുന്നാണ് കേട്ടോ കൂവപ്പൊടി. നല്ല നാടൻ കൂവപ്പൊടി തന്നെ ഉണ്ടാക്കണ പോലെയൊക്കെ തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ ബക്കറ്റിൽ ചെരിഞ്ഞു കൊടുക്കുന്നത് പിന്നെ നട്സിൻ്റെ പൗഡർ ആട്ടോ. കുറേയൊക്കെ നമുക്ക് മില്ലിൽ പൊടിച്ച് കിട്ടി, ബാക്കിയിൽ കുറച്ചൊക്കെ മിക്സിയിലും പൊടിച്ചു, ഒക്കെ വറുത്തുകാണ്ട് പൊടിച്ചുകാണ്ടാണ് കേട്ടോ ഈ ഇട്ട് കൊടുക്കുന്നത്. എള്ളുണ്ട് അതിൽ, അതേപോലെ എല്ലാ നട്സുകളും ഉണ്ട്. ഞാൻ കാണിച്ചു തരില്ലേ. പിന്നെ ഈ ചെരിഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ചെമ്പട്ടി ഉണ്ട്, ഈത്തപ്പഴം ചെറിയ ഉള്ളിയും കൂടിയും വേവിച്ചതാണ് കേട്ടോ. അതാണ് ഈ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നല്ലോണം കുറച്ച് നെല്ലിക്ക അരച്ചുങ്ങാണ്ട് അത് ചേർക്കുന്നുണ്ട്. പിന്നെ ബ്രഹ്മി, ശതാവരി, ശംഖുപുഷ്പം അങ്ങനത്തെ കുറച്ച് മരുന്നുകളുണ്ട്. ഇതൊക്കെ കൂടെ ഇട്ടിട്ട് പിന്നെ ഇളക്കൽ. പിന്നെ നമ്മളെ നാടൻ നെയ്യ് കേട്ടോ, വീട്ടിൽ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന നല്ല നാടൻ നെയ്യ് തന്നെയാണ്. അപ്പോൾ ഇതും ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ലേഹ്യം വരകണത്. നട്സ് ലേഹ്യം മോന് നല്ല ഇഷ്ടമായി. ചോറിനുള്ള പോലെ അപ്പം അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ലിമിറ്റ് വെച്ച് കൊടുത്തേക്കാണ്. അത് തീർന്നു, നടുപ്പ് വാങ്ങിയത് തീർന്നു. ഇനി വാങ്ങി തരുമോ ചോദിച്ചു. ഞാൻ കഴിച്ചിട്ടുള്ള ഫലം അറിയണമെങ്കിൽ കുറച്ച് കഴിയണം. 10 വയസ്സല്ലേ, അപ്പം ഓട്ടോഞ്ഞാട്ടം കുറച്ച് കൂടുതലാണ്. ശരീരത്തിൽ പിടിക്കണമെങ്കിൽ ഒരു 2-3 ബോട്ടിലൊക്കെ കഴിക്കേണ്ടി വരൂലേ. അന്ന് വലിഞ്ഞിട്ടാണ് തടി വെക്കുന്നത് എത്തണം. അങ്ങനെ കരുതിയിട്ടാട്ടോ രണ്ടാമത് പിന്നെ ഓർഡർ ചെയ്തത്. ഇനി വണ്ണം വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ.